നമ്മുടെ പെൺകുട്ടികൾക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും നൽകേണ്ട ആവശ്യമില്ലെന്ന് പറയുകയാണ് ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രി. ബീഹാറിലെ വിദ്യാഭ്യാസ മന്ത്രി മിഥിലേഷ് തിവാരിയാണ് ഈ വിവാദ പ്രസ്താവന നടത്തിയത്. പെൺമക്കൾ വീടുകൾക്കുള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് ഭംഗിയെന്നും അവർ തെരുവിൽ ഇറങ്ങുന്നത് നല്ലതല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വലിയ വിവാദമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾക്ക് പിന്നാലെ ഉയർന്നിരിക്കുന്നത്. എന്തിനാണ് അവർക്ക് വിദ്യാഭ്യാസം? വീട്ടിൽ പെൺകുട്ടികളുടേതാണ് നമ്മുടെ കരുത്തും അഭിവൃദ്ധിയുടെ അടിസ്ഥാനവും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ നാരീശക്തി മണ്ഡലവുമായി ഉള്ളപ്പോൾ പെൺകുട്ടികൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ട ആവശ്യം എന്താണ്? ഇതായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. മന്ത്രിയുടെ വാക്കുകൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചെയ്തതോടെ അവകാശങ്ങൾ സ്വതവേ വന്നു ചേരുമെന്നും അതിനായി റോഡിലിറങ്ങി ആരും പ്രതിഷേധിക്കേണ്ട കാര്യമില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വിദ്യാഭ്യാസ മന്ത്രിയുടെ തന്നെ കാഴ്ചപ്പാട് ഇങ്ങനെയാണെങ്കിൽ ബീഹാറിന്റെ ഗതി എന്താകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചുകൊണ്ട് ആളുകൾ ചോദിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമാണ് മന്ത്രിയുടെ വാക്കുകളെന്നും ആളുകൾ പറയുന്നു. ഭരണഘടനയുടെ 21A-യിൽ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ സാമ്പത്തികത്തിന്റെയോ പേരിൽ ആർക്കും വിദ്യാഭ്യാസം നിഷേധിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബീഹാറിലെ സാക്ഷരതാ നിരക്ക് ബഹുകേമമാണ് താനും. എന്നിട്ടും ജനസംഖ്യയിൽ പാതിയോളം വരുന്ന സ്ത്രീജനങ്ങളെ അടുക്കളയിലേക്ക് തിരിച്ചുവിടാനാണോ നീക്കം? കുറച്ചു കഴിയുമ്പോൾ ഈ നാട്ടിൽ സ്കൂളുകൾ എന്തിനാണെന്ന് കൂടി ഈ മന്ത്രി ചോദിക്കില്ലെന്ന് എന്ത് ഉറപ്പ് എന്നായിരുന്നു ഒരാളുടെ പരിഹാസം. ബീഹാറിലുള്ള ആണുങ്ങളുടെ യഥാർത്ഥ മനസ്ഥിതിയാണ് ഈ മന്ത്രി പറഞ്ഞതെന്നും വിദ്യാഭ്യാസം നേടിയ ഒരു ബീഹാറി പെൺകുട്ടിയും സ്വന്തം നാട്ടിലെ വിദ്യാഭ്യാസമില്ലാത്ത ഒരു പുരുഷനെ വിവാഹം കഴിക്കില്ലെന്നുമാണ് മറ്റൊരാളുടെ കമന്റ്. ജനങ്ങൾ ഇത്തരം വ്യക്തികളെ തെരഞ്ഞെടുക്കാതെ ശ്രദ്ധിക്കണമെന്നും അധികാരത്തിന്റെ പരിസരത്ത് പോലും ഇങ്ങനെയുള്ള ആളുകളെ അടുപ്പിക്കരുത്, നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് പകരം പിന്നോട്ടടിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത് എന്നും പ്രതികരണങ്ങളുണ്ട്. ഇയാൾ വിദ്യാഭ്യാസ മന്ത്രിയാണോ? നമ്മുടെ രാജ്യത്തെ തകർക്കാൻ പാകിസ്ഥാനോ ചൈനയോ ഇനി വേണ്ടിവരില്ല. ഇതുപോലെയുള്ളവർ രാജ്യത്തെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കുമെന്നാണ് മറ്റൊരാളുടെ കമന്റ്. ബീഹാർ വിദ്യാഭ്യാസ മന്ത്രി മിഥിലേഷ് തിവാരി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ പ്രതിഷേധം ഉയരുകയാണ്. അദ്ദേഹം നടത്തിയ പരാമർശങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് പ്രതിഷേധവും ശക്തമായത്. ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ ഒക്കെയാണ് സാക്ഷരതയിൽ പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. ഇവിടെയൊക്കെ സ്ത്രീകളാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് പിന്നിലുള്ളത്. ഉത്തർപ്രദേശും മധ്യപ്രദേശും ഒഡീസയും ഒക്കെ ഇതിന്റെ കൂടെ തന്നെയുണ്ട്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. ഈ മന്ത്രിയെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലിരുപ്പ് പിടികിട്ടും. നെറ്റി നിറയെ മഞ്ഞൾ തേച്ച് കുങ്കുമം ചാർത്തി പലതരം രുദ്രാക്ഷമാലകൾ ധരിച്ചാണ് ഈ മന്ത്രി നിൽക്കുന്നത്. സ്ത്രീകൾ പഠിക്കേണ്ടെന്നും വീട്ടിൽ ജോലി ചെയ്താൽ മതിയെന്നും തന്നെയാകും അദ്ദേഹത്തിന്റെ നിലപാട്. ഈ വിദ്യാഭ്യാസ മന്ത്രി ഏത് പാർട്ടിക്കാരനാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ആർക്കും ഒരു സംശയവും വേണ്ട, അദ്ദേഹം BJP കാരൻ തന്നെയാണ്.